നെയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I would like to praise Lord for this wonderful time He's given us. അമേൻ സ്തോത്രം. എഫേസ്യ ലേഖന പഠനത്തോടുള്ള ബന്ധത്തിൽ പിന്നെയും ദൈവസന്നിധിയിലാകാൻ കർത്താവ് സഹായിച്ചു. So God has enabled us to study from the book of Ephesians. അമേൻ സ്തോത്രം. അത് ആവർത്തന വിരസത ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പ്രാരംഭം മുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. I do not want to start from the beginning because there will be repetition. ആമേൻ സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് എഫേസ്യ ലേഖനം കാരാഗ്രഹ ലേഖനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. So we discussed that Ephesians is a prison epistle. ആമേൻ. എഫേസ്യ ലേഖനം എഴുതിയത് ആമേൻ വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ AD 60-62 കാലഘട്ടത്തിലാണെന്ന് ആമേൻ അനുമാനിക്കപ്പെടുന്നു. So according to the Bible scholars, this book was written at the time of AD 60-62. ആമേൻ. താൻ റോമിലായിരുന്ന സമയത്ത്, വീട്ടുതടങ്കിലായിരുന്ന സമയത്താണ് ഇത് എഴുതിയതെന്ന് ആമേൻ സ്തോത്രം വേദപഠിതാക്കൾ വിശ്വസിക്കുന്നു. So it is believed that this book was written when Paul was imprisoned at ആമേൻ. Rome. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി ആമേൻ 28-ാം അധ്യായം അതിന്റെ 16 മുതൽ 32 വരെയുള്ള ആമേൻ സ്തോത്രം വാക്യങ്ങൾ വായിക്കുമ്പോൾ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവൻ റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേർവിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. So in Acts chapter 28 verses 16, it says that Paul is getting the opportunity to dwell by himself in Rome. അപ്പം തൻ്റെ കൂടെയുള്ള തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേർവിട്ട് പാർക്കുവാൻ പൗലോസിന്, അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുവാൻ തനിക്ക് അനുവാദം കിട്ടി. അപ്പോൾ തന്നെ അവൻ വീട്ടു തടങ്കലിലാണ്. So he was allowed to stay in a house, but still he was jailed with a prisoner inside the home. ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ച് ഉപദേശിച്ചും പോന്നു. So he was preaching the word of God with great might during this time. ആമേൻ സ്തോത്രം. അപ്പോ താൻ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ, കൂലിക്ക് വാങ്ങിയ വീട്ടില് 2 വർഷക്കാലം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ തന്റെ അടുക്കൽ വരുന്നവരോട് ഈ സുവിശേഷം പറയുവാൻ ആമേൻ ഇടയായി തീർന്നെന്നാണ് ബൈബിളിൽ പറയുന്നത്. So it says that in these 2 years when he rented this place, he was able to preach the gospel to a lot of people during these 2 years. അങ്ങനെ റോമയിൽ താൻ വീട്ടു തടങ്കലിലായിരുന്ന സമയത്താണ് ഈ ലേഖനം എഴുതിയതെന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. So the Bible scholars believe that this book was written during these 2 years of him being in the house, in the rented house in Rome. നമ്മൾ ചിന്തിച്ചു വന്നത് അതിന്റെ എഫേസ്യ ലേഖനം അതിന്റെ 9 മുതലുള്ള 9-ാം വാക്യവും 10-ാം വാക്യവുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ പറയുന്നത് So we were meditating on the 9th and 10th verse in Ephesians chapter 1. ആമേൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചു. So we read in verse 9 and 10, having made known to us the mystery of his will, according to his good pleasure which he purposed in himself, that in the dispensation of the fullness of the times he might gather together in one all things in Christ, both which are in heaven and which are on earth in him. അപ്പോൾ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്താണെന്ന്, അല്ലെങ്കിൽ ആ മിസ്റ്ററി എന്താണെന്ന്, ആ മർമ്മം എന്താണെന്ന് അവൻ നമ്മളോട് അറിയിച്ചു. ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് നമ്മളോട് ദൈവം അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So God has revealed unto us the purpose which he had. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ, മർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടാത്തതും പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയതുമായ, യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തിയതുമായ കാര്യങ്ങളെയാണ് മർമ്മം എന്ന് പറയുന്നത്. So mystery is referred to the things which are not told in the Old Testament but revealed to us in New Testament through Christ. ആമേൻ. അത് എന്താണെന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. So the purpose of God here is to gather all things together in Christ
the things which are in heaven and on earth. ആമേൻ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, പിന്നെയും ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുൻപ് ഒന്നായിട്ട് ഉള്ളതായിരുന്നു, സ്വർഗത്തിലെ പോലെ തന്റെ ഇഷ്ടം ഭൂമിയിലും നടക്കുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. So when it says that bringing these things together again, in olden times, it was the Father's will which was same in heaven and on earth before. ആമേൻ. നമുക്കറിയാം എപ്പോഴാണ് അത് അങ്ങനെ സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നടന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. അവിടെ ആദം ഹവ്വ ദമ്പതിമാരെ ദൈവം ആക്കി വെച്ചു. ആമേൻ. ദൈവം വെയിലാർന്ന സമയത്ത് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമായിരുന്നു, അവരോട് സംസാരിക്കുമായിരുന്നു. ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാണ് മനുഷ്യൻ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So this olden time is referred to the time where Adam and Eve was created, and God used to have communion with them in the Garden of Eden. And during the sunset, they had a good communion, but because of the sin, this communion was lost. ആമേൻ. ആ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ വീണ്ടും ഒന്നായി ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. In order to rebuild that relationship with God the Father and man, Christ Jesus came into this world and took the human form. ബൈബിൾ പറയുന്നു, അവന്റെ തന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായിട്ട് ഊറ്റിത്തന്ന് വേർപാടിന്റെ എല്ലാ നടിച്ചുവരികളെയും ഇടിച്ചു കളഞ്ഞ് ശത്രുപക്ഷത്തായിരുന്നു നമ്മളെ ഒരേ പക്ഷമാക്കി തീർത്തു. നമ്മളെ മക്കളും അവകാശികളുമാക്കി ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So Jesus, he has broken all the hindrances which was according to the Old Testament, and we were on the opposite side or on the enemy side, but he has brought us towards his side and made us heirs and children to the kingdom of God. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്ന് പറയുന്നത്. So his purpose was to build the kingdom of God in earth. ആമേൻ. സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിലും നടക്കണം. So the purpose of God which is in heaven should be revealed on earth as well. അപ്പൊ ഞാൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു. So Jesus taught us how to pray, Our Father thou art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. ആമേൻ. അപ്പോ ദൈവം, ആമേൻ സ്തോത്രം, തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. എക്കാലത്തും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് തന്റെ രാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരിക, മനുഷ്യരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. So God's purpose is to bring his kingdom onto this earth. അപ്പോ ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. So in the present times, what is the kingdom of God? The kingdom which is ruled by God. ആമേൻ. അപ്പോ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണത്തിന്റെ കീഴിലേക്ക് ഒരു വ്യക്തി തന്നെത്താൻ സമർപ്പിക്കപ്പെടുമ്പോൾ, യേശു എൻ്റെ രാജാവാണ് എന്ന് സമർപ്പിച്ച് ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ രാജ്യത്വവും കർത്തൃത്വവും നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. So when one person is submitting himself to the kingdom that I am the son of Jesus, so we are getting Jesus is giving us the lordship and he's giving us that heirship to his kingdom. ആമേൻ. അപ്പോ അങ്ങനെ ഒരാൾ ദൈവിക കർത്തൃത്വത്തിന്റെ കീഴിലേക്ക്, രാജ്യത്വത്തിന്റെ കീഴിലേക്ക് കടന്നു വരുമ്പോൾ മറ്റെല്ലാ കർത്തൃത്വങ്ങളും അവസാനിക്കും, എല്ലാ രാജ്യത്വങ്ങളും അവസാനിക്കും, എല്ലാ ബന്ധനങ്ങളും തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So when one person is submitting himself to Jesus and when he is getting the lordship of Jesus, the other all the bondages and other things in his life is being removed there. പുതിയ നിയമത്തിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ദൈവിക വെളിപ്പാടെന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. So in the New Testament, the greatest revelation is about the kingdom of God. ആമേൻ. കാരണം യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിൽ അധികവും ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. Because we can see in the teachings of Jesus and during his ministry, he spoke about the kingdom of God a lot. അവൻ തന്റെ ഉപമകളിൽ അധികവും ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു യേശുക്രിസ്തു പ്രസ്താവിച്ചത്. So Jesus spoke about the kingdom of God in most of his parables. ആമേൻ. നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും
ഇങ്ങനത്തെ അനുഭവത്തിലല്ല സ്തോത്രം ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. If we were to understand the mysteries of the kingdom of God, we wouldn't be sitting like this. കാരണം ദൈവരാജ്യത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. Because there is nothing impossible with the kingdom of God. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മള് സ്തോത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, സിംഹം വൈക്കോൽ തിന്നും. ദൈവം ആശ്ചര്യമായിട്ട് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ സിംഹത്തെ കൊണ്ട് ദൈവം വൈക്കോൽ തീറ്റിക്കുമെന്ന്. എന്ന് വെച്ചാൽ അത് ശിക്ഷയല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലാത്തൊരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. So as we read in Isaiah, there is going to be a time when an animal is not going to kill another animal. സിംഹത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ പൊത്തിൽ ഒരു കുഞ്ഞ് കൈയിട്ടാൽ പാമ്പ് ആ കുഞ്ഞിനെ കടിക്കാത്തൊരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. So there is going to be a time when a snake is not going to bite a child, and a child can bravely put his hand near a snake's place. ഒരു കരടിയെ ഒരു കൊച്ചു കുഞ്ഞിനെ മേയ്ക്കാനായിട്ട് പറ്റും, ഒരു സിംഹത്തെ വേണമെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ മേയ്ക്കാൻ പറ്റും. So a young child can lead a lion or a deer or a bear. അപ്പോ അതിന്റെ അർത്ഥം മാംസാഹാരിയായിട്ടുള്ള ആ സിംഹത്തെ കൊണ്ട് വൈക്കോല് തീറ്റിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും ദൈവരാജ്യത്തിൽ. So in the kingdom of God, the Lord can lead a lion which used to eat flesh. He can eat something like a straw during those times. സ്തോത്രം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവരാജ്യത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. So there is nothing impossible in the kingdom of God. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ എന്റെയും നിങ്ങളുടെയും സ്തോത്രം ജീവിതത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. So we need to understand that there is nothing impossible in our lives. നിങ്ങൾ എല്ലാ ദിവസവും കൺഫസ് ചെയ്യേണ്ട ഒരു വചനമാണിത്, ഞാൻ ദൈവരാജ്യത്തിലാണ്. So every day we must confess that we are in the kingdom of God. ദൈവരാജ്യത്തിൽ രോഗത്തിന് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. So diseases cannot rule over the kingdom of God. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്നല്ല, വന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. It is said in the word of God that by his stripes we are healed. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവരാജ്യത്തിൽ ശാപത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. യാതൊരു ശാപവും ദൈവരാജ്യത്തിൽ ഫലിക്കത്തില്ല. നമ്മൾ പുസ്തകം ഇതെല്ലാം എടുത്ത് റെഫറൻസുകൾ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവരാജ്യത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഇനി യാതൊരു ശാപവും ഫലിക്കത്തില്ല. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു കളയുന്ന ഒരു കാലഘട്ടം ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. So as we read in Revelation, no curse is going to be there in the kingdom of God, and every tear will be wiped. സ്തോത്രം. അപ്പൊ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്തുണ്ടായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായതുകൊണ്ട് ഇനി ശാപത്തിന് എന്റെയും നിങ്ങളുടെ മേൽ അധികാരമില്ല. It is said that anyone who hangs on a tree is cursed. The Christ himself hung on the cross for us, and the curse is and every curse is removed there for us. നിങ്ങൾ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ, സ്തോത്രം, ഡയബറ്റീസ് പോലുള്ളത്, സ്തോത്രം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മറ്റ് ഏത് തരത്തിലുള്ള അസുഖങ്ങളായിക്കൊള്ളട്ടെ, ക്യാൻസറുകളോ അതുപോലത്തെ എന്ത് അസുഖങ്ങളായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രിയിൽ പാരമ്പര്യമാണോ നിങ്ങൾ അതിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം നിങ്ങളുടെ തലമേൽ കൈവച്ച് നിങ്ങൾ തന്നെ സ്വയം കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്തുണ്ടായിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായതുകൊണ്ട് ഇനി എൻ്റെ മേൽ ഒരു ശാപവും ഫലിക്കത്തില്ല എന്നുള്ള വചനത്താൽ എല്ലാ ശാപങ്ങളും തകർന്നു മാറുവാൻ, കാരണം ക്രിസ്തുവിൽ ഇനി ശാപത്തിന് അധികാരമില്ല. ശാപത്തെ എന്നേക്കുമായിട്ട് ക്രിസ്തു ക്രൂശിൽ വഹിച്ചത് കൊണ്ട് നിങ്ങൾ അത് വഹിക്കേണ്ട, നിങ്ങൾ അത് ചുമക്കേണ്ട കാര്യമില്ല. So since Christ became a curse for us and hung on the cross, no generation curse or diseases can have rule over us. So we need to keep our hand on our head and pray that since Christ has removed all the curse, no disease or no curse from my previous generation will be passed on to me. നമ്മുടെ പ്രശ്നം നമ്മൾ 1-2 ദിവസം പറയും, ഇതിനെ അവസാനിപ്പിക്കുമോ, ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് പറയും. പക്ഷെ നമ്മൾ വിടുതൽ കാണുന്നവരെ പോസിറ്റീവായി സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. കൺഫസ് ചെയ്തുകൊണ്ടേയിരിക്കണം. വിടുതൽ കാണുമ്പോഴേയും ഹല്ലേലൂയ നിങ്ങൾ അത് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ പറയുമ്പോൾ ചിലത് വിതയ്ക്കുകയാണ്, നമ്മൾ പറയുന്നത് സംഭവിക്കും. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ദൈവം വെച്ചിരിക്കുകയാണ്. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കുമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്.
So Jesus says that life and death is in the tip of the tongue. So we should always sow words of faith with our tongue, and we should start saying positive things with our tongue hereafter. ആമേൻ. കർത്താവ് ഒരിക്കൽ അത്തിയിൽ ഫലം കാണാത്ത അത്തിയെ ശപിച്ചു. അത്തി മൂടോടെ അടുത്ത ദിവസം വരുമ്പോൾ യേശു ശപിച്ച അത്തി ഉണങ്ങി നിൽക്കുകയാണ്. മൂടോടെ അത് കരിഞ്ഞു പോയി. So we can see that Jesus has cursed a fig tree, and the next day it just withered away. അവൻ അടുത്ത ദിവസം വന്നപ്പോ അവര് തിരിച്ചു വരുന്ന സമയത്ത് അവര് പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ദാ നീ ഇന്നലെ ശപിച്ച അത്തി ദാ കരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ യേശു പറഞ്ഞത് ഇതിനകത്ത് വലിയ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചെന്ന് കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ നല്ല യേശു പറഞ്ഞത്, ആര് സംശയിക്കാതെ പറയുമോ അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് യേശു അരുളി ചെയ്തത്. So when his disciples came back to Jesus and said that, "Oh Lord, when you cursed this fig tree, it just dried up," Jesus is telling them that if you have faith as little as a mustard seed, and if you say to this mountain to move away, it will go. It is not relating to Jesus, but any person who speaks with faith, it happens in their life. ആമേൻ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ആരെയും നമ്മൾ ശപിക്കരുത്, എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കണം. So in this kingdom of God, we must never curse anybody, but we should always bless them. അവൻ കാരണം ബൈബിൾ പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. So the word of God is teaching us that because we are called to be blessed, we should always bless one another. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മത്തായി സുവിശേഷത്തിലെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചില വചനങ്ങളായിരുന്നു. So we discussed some verses in the book of Matthew. According to 13ാം അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. We discussed some verses from chapter 13. ആമേൻ സ്തോത്രം. അവിടെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അതിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവിടെ 31ാമത്തെ വചനം പറയുകയാണ്, ദൈവരാജ്യം കടുകുമണിക്ക് സദൃശ്യം, അതൊരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിലിട്ടു, അതെല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. So Matthew chapter 13 verses 31, it says, "The kingdom of heaven is like a mustard seed which a man took and sowed in his field, which indeed is the least of all the seeds, but when it is grown, it is greater than the herbs and becomes a tree. So the birds of the air come and nest in it." അനന്തമായ ഒരു സാധ്യത ദൈവരാജ്യത്തിനകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. So there is a great potential in the kingdom of God. ആമേൻ. കടുകുമണി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ വിത്തുകളിൽ ഒന്നാണ്. So mustard seed is one of the smallest seeds in the world. ആ ഒരു മനുഷ്യൻ വന്നിട്ട് ആ കടുകിന്റെ വിത്തിനെ എടുത്തിട്ട് അത് വളരുവാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു മണ്ണിലേക്ക് അതിനെ ഇട്ടു. So this man is taking this seed and is putting it in a ground where it has the potential to grow. അതിന് വെള്ളവും സൂര്യപ്രകാശവും ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വളരുവാൻ വേണ്ടി തുടങ്ങി. So when it started getting the sun light and the water, it started to grow. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിലും നിങ്ങൾ തിരിച്ചറിയണം, അനന്ത സാധ്യതയാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ആഞ്ഞിലിക്കുരുവിനകത്ത് ഒരു വലിയ ആഞ്ഞിലി, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ഒരു ആഞ്ഞിലി മരം ഒളിഞ്ഞിരിപ്പുണ്ട്. So I don't know what is the correct word for ആഞ്ഞിലി in English, but there is a big tree, like it can grow. That's what അതല്ലേ ഫസ്റ്റ്. Okay. Yeah. അപ്പോ ജാക്ക് ഫ്രൂട്ട് ചക്കയാണ് അല്ലേ? ഓക്കെ. അപ്പോ നമുക്കറിയാലോ ആഞ്ഞിലി. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ദൈവരാജ്യത്തിൽ അനന്തമായ ഒരു സാധ്യത വെച്ചിരിക്കുക. അപ്പൊ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന ദൈവത്തിന്റെ വചനം ആ ഒരുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ അത് വളർന്ന്, നമ്മൾ ആ വചനങ്ങളൊക്കെ എടുത്ത് ചിന്തിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് വളർന്ന് 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ ആവശ്യമായ രീതിയിൽ അത് വളരുവാൻ തുടങ്ങും. So if we have the word of God in us and if we are open to that, it will multiply into 30 and 60. ആമേൻ. അടുത്തൊരു വചനം നമ്മൾ കാണുന്നത്, അടുത്തൊരു ഉപമ കാണുന്നത് 33ാമത്തെ വചനമാണ്. ആമേൻ. മത്തായി സുവിശേഷം 13ാം അധ്യായം അതിന്റെ 33ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു.
Next to verse 33, it says about the kingdom of God is like a leaven, which a woman took and hid in 3 measures of meal till it was all leavened. ആമേൻ. അപ്പോ ഒരു സ്ത്രീ ആണെങ്കിൽ യേശു പറയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ പുളിച്ച മാവിനോട് സദൃശ്യമാണ്. So അവൻ here ആ the മാവിൻ ആ ഒരു സ്ത്രീ അത് ആ മാവിനെ എടുത്തിട്ട് 3 പറ മാവിനെ അതോട് ചേർത്ത് വെച്ചു. എന്നുവെച്ചാൽ 3 പറ മാവിൽ ചേർത്തു. ആ 3 പറ മാവും എന്ത് ചെയ്തു? പുളിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So here Jesus is explaining that the kingdom of God is like a leaven, which a woman is taking and hiding this leaven into 3 measures of a meal, and it becomes like the whole thing is leavened now. ആമേൻ. ആ സ്ത്രീ 5 പറ മാവിനോടാണ് ഈ പുളിച്ച മാവ് ചേർത്ത് വെച്ചതെങ്കിൽ 5 പറ മാവും പുളിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നേനെ. If this woman is taking this leaven and putting it into 5 measures of the meal, it also will be leavened. ആമേൻ. അത് 10 പറ മാവിനോട് ചേർത്ത് വെച്ചാലോ 10 പറ മാവും പുളിച്ചു വന്നേനെ. If she's hiding this in 10 measures of the meal, it also will be leavened. നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ദർശനം എത്ര വലുതാണോ അത്രത്തോളം വലിയ കാര്യങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. So how much ever great the vision God has put inside you, you will be able to do that much great for the kingdom of God. ആമേൻ. സ്തോത്രം. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു രാജാവിനോട് എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എടുത്ത് വടിയെടുത്ത് താഴെ അടിക്കുക. അവൻ കുറെ നേരം അടിച്ചിട്ട് നിർത്തിക്കളഞ്ഞു. അപ്പോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ എന്താ ഇത്രയും കുറച്ചടിച്ചത്? ഒരുപാട് തവണ അങ്ങ് അടിക്കേണ്ടതല്ലായിരുന്നോ? അത്രയും തവണ എന്ത് ചെയ്യുമായിരുന്നു? നീ തോപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമുക്കറിയാം. ഓക്കെ, പറഞ്ഞോ. So Elijah അല്ലേ പറഞ്ഞു അതെ അതെ അതെ. So Elijah is telling to a king that, like take a stick and start beating in the down, and he only bet the ground with a stick for a limited period of time. And Elijah is telling him that why did you beat for a less time? If you could have done it for more time, you would have defeated that opposite nation. ആമേൻ. നമുക്കറിയാം എലീശയുടെ അടുത്ത് മറ്റൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കടമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ പോവുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ടോ എന്ന് ചോദിക്കുക. പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു പറ അല്ലെങ്കിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ പറയുകയാണ്, നീ പുറത്തു പോയി വെറും പാത്രങ്ങളെ കടം മേടിക്കണം, എന്നിട്ട് നീയും നിന്റെ കുഞ്ഞുങ്ങളും ഭവനത്തിനകത്ത് കയറി അത് പാത്രങ്ങളിൽ പകരണം. എന്നിട്ട് പറയുകയാണ്, പാത്രങ്ങൾ കുറവായിരിക്കരുത്, എത്ര നീ പാത്രം കൊണ്ടുവരുമോ അത്രയും പാത്രത്തിൽ എണ്ണയെ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നിട്ട് അത് വിറ്റ് നീ ഉപജീവനം കഴിക്കാനാണ് എലീശ പറയുന്നത്. So Elisha is also telling to a woman who has lost her husband and the debtors have come to capture her sons. So he is asking her to fill all her jars with the oil, and when she starts filling the oil, he tells her to sell this oil and fulfill all her financial commitments. ആമേൻ. അപ്പൊ പാത്രം എത്ര കൊണ്ടുവരുമോ അതിനെ മുഴുവനെയും നിറയ്ക്കുവാൻ ദൈവത്തിന് പറ്റും. So how much ever vessels she had brought, like that, God is able to fill all the vessels. ഞാൻ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണോ, ആമേൻ, അത്രയും വലിയ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. So how much ever great your faith is, God is able to perform things for you. പലപ്പോഴും നമ്മുടെ പിശാച് ശ്രമിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവന്ന് ഡിമ്മാക്കി കളയുക, ആമേൻ, കുറച്ചു കളയാനാണ് പിശാച് ശ്രമിക്കുന്നത്. So Satan always tries to diminish your faith by bringing negative thoughts into you. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും അതുകൊണ്ടാണ് നമ്മൾ വിട്ടുകളയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും, അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവസാനിപ്പിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ പ്രവൃത്തി തുടങ്ങുന്നതാണ്. നമ്മൾ അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം തന്നെ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച്, അങ്ങനെയാ പറയുന്നത്, ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വന്നു എന്നാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. പലപ്പോഴും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന വിട്ടുകളയും. ഹല്ലേലൂയ. പക്ഷെ വിട്ടുകളയരുത്. ആമേൻ. സ്തോത്രം. അതിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കണം. നിങ്ങളുടെ ദേശത്ത് ഉണർവുണ്ടാകാൻ, നിങ്ങളുടെ സ്ട്രീറ്റിൽ മാറ്റമുണ്ടാകാൻ, ആമേൻ. സ്തോത്രം. ഭവനങ്ങളിൽ മാറ്റമുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ആമേൻ. സ്തോത്രം. തുടർമാനമായി പ്രാർത്ഥിക്കണം. വിടുതൽ കിട്ടുന്നത് വരെ ആമേൻ. സ്തോത്രം. സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും.
Many times, because Satan is bringing these negative thoughts, we start praying for a thing and then we stop it because of these negative thoughts. But we must never be like that. We must constantly keep praying for that. Because, as Daniel, when he prayed, the first day of his prayer, God is starting to work in his prayer. So, similarly, when we pray, God is also working into our prayer. So, we must constantly pray till we see the revival in our home, in our street, and in our nation. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടു. So, ഞാൻ കഴിഞ്ഞ ദിവസം I was able to hear a testimony of a sister. സ്തോത്രം. ആ സഹോദരി ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. So that sister is staying in America. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അവർ ജനിച്ചത്. She was born in a poor family. വളരെ പാവപ്പെട്ടെന്ന് വെച്ചാൽ ഓരോ ദിവസം പ്രാർത്ഥിച്ചാലേ ആഹാരം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കൊച്ചുനാൾ മുതലേ ആ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ 4-ാം വയസ്സ് തൊട്ടേ പ്രാർത്ഥിക്കാൻ പഠിച്ചു. യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാലേ ഭക്ഷണം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്ന തന്റെ അപ്പനും അമ്മയ്ക്കും യാതൊരു ഒരു രൂപയുടെ പോലും വരുമാന മാർഗമില്ല. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ ആ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചു. So her parents were doing the Lord's ministry and every day she had to literally pray for food. 2 ദിവസമൊക്കെ പട്ടിണി കിടന്ന അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ദൈവമായിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത മറ്റുള്ളവരിൽ കൂടെ കൊടുത്ത അനുഭവങ്ങൾ പറയുന്നുണ്ട്. So she had shared testimonies of not eating food for about 2 days and then like other people coming and giving her food because of the result of her prayers. ഒരു ദിവസം തനിക്ക് അങ്ങനെ കടന്നു പോകുമ്പോൾ +2 കഴിഞ്ഞ് നേഴ്സിംഗ് കഴിഞ്ഞ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. So she completed her 12th standard and then she completed her nursing and one day she went to the passport office to get a passport. അപ്പൊ അവരോട് ചോദിച്ചു പാസ്പോർട്ട് എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അവർ ഒന്നാമതായിട്ട് പറഞ്ഞത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. So she asked for the documents for applying a passport and they said that she needed her birth certificate. അപ്പോ തനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ കാരണം തന്റെ അമ്മ 4 മക്കളെയും ജന്മം കൊടുത്തിരിക്കുന്നത് തന്റെ ഭവനത്തിലാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുകൊണ്ട് ആ ജനിച്ച സമയത്ത് ആരും വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞതുമില്ല. അതുകൊണ്ട് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. She didn't have a birth certificate because her mother delivered both her and her siblings all at home, so she couldn't have any chance of getting a birth certificate. ആമേൻ സ്തോത്രം. അപ്പോ നിരാശയോടെ കൂടെ തിരിച്ചു പോയി താൻ. So she felt despair and she left the place. ആമേൻ സ്തോത്രം. അപ്പോ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. So she started praying. ആമേൻ സ്തോത്രം. തന്റെ ബന്ധുക്കളും മിത്രങ്ങളെല്ലാം പരിഹസിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിച്ചുകൊണ്ട്. ആമേൻ സ്തോത്രം. അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ പോ. ആമേൻ സ്തോത്രം. എന്നിട്ട് അവനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നിങ്ങൾ ഈ വിശ്വാസാനുഭവത്തിൽ ഇറങ്ങിയിട്ട് എന്ത് നേടിയെന്ന് മറ്റുള്ളവരെല്ലാം പരിഹസിക്കാൻ തുടങ്ങി. So the people around her started to mock her, telling that what did you get after going into this Christian life? ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ നിരാശയിലാണ്. നടന്നു വരികയാണ്. വണ്ടിക്കൂലിക്ക് പൈസ ഒന്നുമില്ല. അപ്പോൾ ഒരു ദൈവ ശബ്ദം ആരോ തന്റെ അടുക്കിലൂടെ പാസ് ചെയ്യുന്നത് പോലെ തനിക്ക് ഫീൽ ചെയ്യുകയാണ്. So she went for a prayer meeting and she was so down, and when she was coming back she heard the voice of the Lord like a speed. അവിടെ അപ്പൊ ചോദിച്ചു, തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇപ്പൊ സംസാരിച്ചോ? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ സംസാരിച്ചില്ല, ഞാൻ മിണ്ടാതെ വരികയായിരുന്നു. So she was asking her mother, did you speak? അപ്പൊ അവരോട് ദൈവാത്മാവ് ഒരു വചനം സംസാരിച്ചു. So her mother replied no, and then the word of God spoke to her through a verse. അവിടെ ഇങ്ങനെയാണ്, അവിടെ തന്നോട് സംസാരിച്ച വചനത്തിൽ ആമേസ്തോത്രം ഇങ്ങനെ പറയുന്നു, ഭൂതലത്തിൽ ഒരു ജോസഫിന് വേണ്ടി ദൈവം ഭൂതലത്തിലൊക്കെയും ക്ഷാമം വരുത്തിയവനാണ് ഞാൻ എന്ന് തന്നോട് പറയുന്ന ഒരു ദൈവശബ്ദം കേട്ടു. So she's hearing this word of God telling that for one Joseph I made famine in the land. അതിന്റെ റെഫറൻസിൽ ഇങ്ങനെ പറയുന്നത്, ക്ഷാമം മിസ്രൈമിൽ ഉണ്ടായിരുന്നു, ക്ഷാമം എല്ലായിടത്തും ഉണ്ടായിരുന്നു, ക്ഷാമം ഭൂതലത്തിൽ ഒക്കെയും ഉണ്ടായി എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So it says in the word of God that famine was in the land of Egypt and it was around all the world. അപ്പോ ലോകത്തിൽ എല്ലായിടവും ക്ഷാമം ഉണ്ടായെന്ന് ദൈവത്തിന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആ വചനത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ക്ഷാമം ഇസ്രായേലിലുണ്ടായി, ക്ഷാമം എല്ലായിടത്തും ഉണ്ടായി,
ക്ഷാമം ഭൂലോകത്തിൽ മുഴുവൻ ഉണ്ടായി എന്ന് പറയുകയാണ്. So it specifically says that there was famine in the land of Egypt. It was around all the world and all the places of the world. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ഒരൊറ്റ മനുഷ്യന്റെ മേൽ നിൽക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റ മനുഷ്യന്റെ മേൽ നിൽക്കുന്ന ദൈവിക പ്രോമിസിനെ ദൈവത്തിന് നിവർത്തിയാക്കാൻ വേണ്ടിയിട്ടാ ലോകം മുഴുവൻ ക്ഷാമം വരികയാണ്. So God made that to happen, that famine to happen, because he wanted to fulfill his purpose in one man's life. ആമേൻ. അപ്പോ ഒരു ജോസഫിന് മേൽ കൊടുത്ത വാഗ്ദത്തം നിറവേറ്റാൻ ഭൂലോകത്തിൽ മുഴുവൻ ദൈവത്തിന് ഇടപെട്ടെങ്കിൽ ആ സഹോദരിയോട് ദൈവം പറയുക, എന്റെ പൈതലിന് വേണ്ടി ഞാൻ സ്തോത്രം ഹല്ലേലൂയ അവൻ അതുപോലത്തെ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞു. So God was telling her that if I could do that in the life of Joseph for my child, that is her, he meant that I can do everything for you. സ്തോത്രം. ഇവരാണെങ്കിൽ സ്തോത്രം വീണ്ടും വിശ്വാസത്തോടെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയി. Again she went to the passport office with great faith. സെയിം കാര്യം പറഞ്ഞു. She said the same thing. അവരോ പറഞ്ഞു ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. Again they told her, we cannot do this without your birth certificate. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേളി മാനേജർ ഇരിപ്പുണ്ട്, മാനേജറെ പോയി കാണാൻ പറഞ്ഞു. They told her that if you have any more to say, you can go and meet the manager who is upstairs. അവര് മാനേജറുടെ അവിടെ റൂമിൽ പോയപ്പോൾ അവിടെ ആരുമില്ല, അവരവിടെ ഇരുന്നു. So when she went to the manager's room, there was nobody and she was simply sitting കുറച്ച് there. കഴിഞ്ഞപ്പോൾ മാനേജർ കയറി വന്നു, സംസാരിച്ചു, പേര് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. So the manager came after some time and spoke to her and gathered her details. പെട്ടെന്ന് മാനേജർ പറഞ്ഞു, സ്തോത്രം ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. So the manager told her that we cannot do anything if you don't have a birth certificate. പെട്ടെന്ന് മാനേജർ ചോദിച്ചു, നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്, ഏതാന്ന് ചോദിച്ചു. So the manager asks her, what is your date of birth? അപ്പം പറഞ്ഞു 1989, 1/1/1989 ആണെന്ന് പറഞ്ഞു. So she said it is the 1st of January 1989. Pastor. ഹലോ, കേക്കാമോ? ഓക്കെ. അപ്പോ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ഞാൻ എന്തോ ഒന്ന് ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ അവിടെ വന്ന ഒരു പ്രിന്റ് എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അവിടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 90 മുതലുള്ള ആളുകളുടെ ഹല്ലേലൂയ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. 90ന് മുമ്പുള്ള ഒരാളുടെ ഈ സ്തോത്രം പാസ്പോർട്ട് എടുക്കാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നൊരു റിപ്പോർട്ട് തന്റെ സ്തോത്രം ഫാക്സ് മെഷീനിൽ വന്ന് കിടക്കുന്നത്, പ്രിന്റ് ചെയ്ത് കിടക്കുന്നത് ആ മനുഷ്യനെടുത്തു. So this man was able to notice a document in his printer which said that the people who were born before 1990 doesn't need a birth certificate for passport. ആ ഒരൊറ്റ വ്യക്തിയോക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെ നിയമത്തെ ദൈവം മാറ്റി. So in order to get her passport, the law of the country was changed. സ്തോത്രം. ഇതുപോലെ ദൈവത്തിന് ദൈവരാജ്യത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന് ഇന്ന് രാത്രിയിലും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank the people who believe that there is nothing impossible with the kingdom of God. എഫേസ്യ ലേഖനത്തിലെ അടുത്ത പദം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 11ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ഹല്ലേലൂയ. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായി ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. 11ാം വാക്യം, 11-12. So the 11th and 12th verse in Ephesians chapter 1, it says, in him also we have obtained an inheritance, being predestined according to the purpose of him who works all things according to the counsel of his will, that we who first trusted in Christ should be to the praise of his glory. അപ്പോ ദൈവവചനം പറയാണ്, നാം അവനിൽ ക്രിസ്തുവിൽ ഇപ്പോൾ അവകാശം പ്രാപിച്ചിരിക്കുകയാണ്. So it says in Christ we have obtained an inheritance. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്കിപ്പോ ക്രിസ്തയേശുവിൽ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളാണ്. So pastor has already mentioned that we are heirs to the blessings, the spiritual blessings in Christ Jesus. ലേഖനം 8-ാം അധ്യായം അതിന്റെ 17ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17ാമത്തെ വചനം. Romans chapter 8 verses 17.
ഒരാൾ വായിച്ചേ. Can somebody read? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അവിടെ പറയുകയാണ് നാം മക്കളെങ്കിലോ അവകാശികൾ അത്രേ എന്ന് ദൈവവചനം പറയുകയാണ്. So the word of God says that if we are children, we are heirs of God. ആമേൻ. അപ്പോ 15-ാമത്തെ വാക്യത്തെ അവിടെ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. In the 15th verse, it is said, we did not receive the spirit of bondage again to fear, but we received the spirit of adoption, by whom we can cry out, Abba, Father. നാം ആമേൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. The 16th verse says, the Spirit Himself bears witness with our spirit that we are the children of God. നാം രക്ഷിക്കപ്പെട്ടവർ എങ്ങനെയാണ് നാം ഇപ്പൊ രക്ഷിക്കപ്പെട്ടോന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് നാം രക്ഷിക്കപ്പെട്ടെന്ന്? ഒറ്റ കാര്യത്തിലേ പറയാൻ പറ്റത്തുള്ളൂ, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിന്റെ മക്കളെന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So if somebody asks, how do you know that you have been born again, or how did you accept Jesus as your personal savior? So how it is like the Holy Spirit is telling testimony to our spirit that we are the children of God. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ ഒരു പ്രാഗൽഭ്യം, നീതിബോധം എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. കുറ്റബോധമല്ല തരുന്നത്, നീതിബോധം. നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ആത്മാവോട്, എനിക്കറിയത്തില്ല എത്ര പേരോട് അങ്ങനെ ഇടപെടുന്നുണ്ടെന്ന്, അതെപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. So the Holy Spirit will speak to us that we are the children of God. ആമേൻ, സ്തോത്രം. അപ്പോ പറയുകയാണ്, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. So if we are the children of God, we are heirs to God. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും അത്രേ. We are heirs to God and joint heirs with Christ. ആമേൻ, സ്തോത്രം. അടുത്തായിട്ട് പറയാണ്, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. For indeed we suffer with him that we may be glorified together. ആമേൻ. അപ്പോ നാം ദൈവത്തിന്റെ മക്കളാണോ, നമ്മൾ അവകാശികളാ? So if we are the children of God, we are heirs to God. ആമേൻ, സ്തോത്രം. കർത്താവ് പറഞ്ഞൊരു ആമേൻ കാര്യം നമുക്കറിയാം. ആമേൻ, മക്കൾ അപ്പം ചോദിച്ചാൽ അവന് കല്ലിനെ കൊടുക്കത്തില്ല. So if a child is asking for bread, he wouldn't give a stone. മീൻ ചോദിച്ചാൽ അവന്, ആമേൻ, സ്തോത്രം, പാമ്പിനെ കൊടുക്കത്തില്ല. So if he's asking for a fish, they wouldn't give him a snake. മുട്ട ചോദിച്ചാൽ അവന് തേളിനെയും കൊടുക്കത്തില്ല. If he asks for an egg, they wouldn't give him a scorpion. അപ്പോ നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി അളവ് കൂടാതെ പകരുന്നവനാണ് ദൈവം. So if we as sinners can give these things to our children, the Heavenly Father will give the Holy Spirit limitless to those who ask him. ആമേൻ. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്വർഗത്തിൽ അവൻ സിംഹാസനസ്ഥനായിട്ടിരിക്കുന്ന അത്യുന്നതനായിട്ടുള്ള ദൈവമായിട്ടാണോ കാണുന്നത്, അതോ നിങ്ങളുടെ പിതാവായിട്ടാണോ ദൈവത്തെ കാണുന്നത്? So how many of you are seeing God as the heavenly king who is throned in all glory, or are you seeing him as your father? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്? How many of you have a close connection with God? അപ്പച്ചാന്ന് എത്ര പേര് വിളിക്കുന്നുണ്ട്? Who is calling him father? ആ ഒരു പേഴ്സണൽ ഇന്റിമസിയിൽ എത്ര പേര് നിൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓരോ നിമിഷം അവനെ രുചിച്ചറിയുന്നുണ്ട്? How many of you are able to sense that personal intimacy with God each day? ആമേൻ, സ്തോത്രം. അവൻ ബൈബിൾ പറയുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So it says that nobody has seen God the Father, but they've only seen Jesus who is sitting on his lap. ആമേൻ. അപ്പം ക്രിസ്തുവിന് കൂട്ടവകാശിയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അവന്റെ മടിയിലിരിക്കാനുള്ള അവകാശമുണ്ട്. So if we are joint heirs with Christ, even we have the same privilege to sit on his lap. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അത്രയ്ക്ക് നിങ്ങൾക്ക്, യോഹന്നാൻ അവന്റെ മാറിവിൽ ചാരിയപ്പോൾ അവൻ നോ എന്ന് പറഞ്ഞില്ല.
When John, the disciple, was leaning on to Jesus, he didn't say no to him. ഇങ്ങനത്തെ ഒരു ആത്മീയ അനുഭവത്തിൽ നിങ്ങൾ ചലിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇന്ന് ദൈവസ്നേഹം ചലിക്കാൻ തുടങ്ങും. If you are going into the spiritual connection, the love of Christ will start flowing from you. നിങ്ങളിൽ ദൈവസ്നേഹം ചലിക്കാൻ തുടങ്ങിയ ദൈവത്തിന് നിങ്ങളെ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റും. കാരണം ആത്മാവ് ചലിക്കുന്നത് ദൈവസ്നേഹത്തിനകത്താണ്. So if you start flowing in this love of God, the Holy Spirit will be able to start working inside you because it works under the love of Christ, the കാരണം love of God. റോമാലേഖനം 5 പറയുന്നത് ദൈവസ്നേഹത്തിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. Because the sign of God's love is Holy Spirit. അപ്പൊ ആ പിതാവെന്നുള്ള യേശു എന്റെ പിതാവാണ്. അല്ലെ, പിതാവായ ദൈവം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാ സ്വന്തം ഒരു മകൻ സ്വന്തം അപ്പനെ വിളിക്കുന്നതാണ് അബ്ബാ ഫാദർ. ഹല്ലേലൂയ. അപ്പൊ ആ പദവിയെ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. So we have got that privilege of calling Abba Father, which a child calls its father or his or her father. സ്തോത്രം. ഹല്ലേലൂയ. പ്രോവർബ് 11:22 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സദൃശ്യവാക്യം 13:22 വായിച്ചേ. Proverbs 11:23. നമ്മൾ വായിച്ചത് അവനിൽ നാം അവകാശം പ്രാപിച്ചിരിക്കും. അവിടെ പറയുന്ന ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, ഭാവിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നു. Pastor 23 ആണോ 11:23 ആണോ Proverbs? 22. Okay. Yeah. Proverbs 11:22. ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. 13:22. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. അപ്പോ ഗുണവാൻ അല്ലെങ്കിൽ നീതിമാൻ മക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? അവകാശം വെച്ചിട്ടുണ്ട്. പാപിയുടെ സമ്പത്തോ നീതിമാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പം പാപി സമ്പത്ത് ഉണ്ടാക്കുന്നത് നീതിമാൻ വേണ്ടിയാ. പക്ഷേ ഗുണവാനായിട്ടുള്ള ഒരാൾ അവൻ മക്കൾക്ക് വേണ്ടിയിട്ടൂടെ എന്ത് ചെയ്തിരിക്കുന്നു? സമ്പത്ത് വെച്ചേക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൂടെ കരുതിയിട്ടുണ്ടെന്ന് അവൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. So the word of God says in this verse in Proverbs 13:22, a good man leaves an inheritance to his children's children, but the wealth of the sinner is stored up for the righteous. അപ്പോ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. അപ്പൊ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടൊന്നും കരുതി വെക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പക്ഷേ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ കരുതുന്ന ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. So we need to understand that our heavenly Father cares for us and our children. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പറയുന്നു. 1 Peter 1:4. 1 പത്രോസ് 1:4. വേഗത്തിൽ വായിക്കാമോ? 1 പത്രോസ്. Inheritance incorruptible and undefiled, and that does not fade away, reserved in heaven for you. അപ്പൊ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ദൈവവചനം പറയുകയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ദൈവം ഒരു അവകാശം, ആ അവകാശം എങ്ങനെയുള്ളതാണ്? ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്തതുമായ ഒരു അവകാശത്തിനു വേണ്ടി ദൈവം നമ്മളെ വീണ്ടും ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുകയാണ്. So God has made us born again for an inheritance which is incorruptible and undefiled and does not fade away, as it says in 1 Peter 1:4 and 5. ആമേൻ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, അതിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ അല്പകാലത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും, അപ്പൊ ഇത്രയും വലിയൊരു അവകാശത്തിന് വേണ്ടി നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അല്പസമയത്തേക്ക് ഒരു ചെറിയ കഷ്ടം വന്നാലും എന്ത് ചെയ്യുകയാണ്? അവൻ ആനന്ദിക്കുകയാ. അവൻ കൊടിയ കഷ്ടത്തിലിരിക്കുന്ന ക്രിസ്ത്യാനികളെ
അവൻ പ്രബോധിപ്പിച്ചുകൊണ്ടാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, അവൻ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഇച്ചിരി ചെറിയൊരു നേരത്തേക്ക് നമ്മൾ പാടിയതുപോലെ അല്പനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ആമേൻ, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം വിചാരിച്ചാൽ ലഘു, ആമേൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ എണ്ണുകയാണ്. So it says in verse 6, in this you greatly rejoice, though now for a little while you have been grieved by various trials. As a Christian, we might face certain hurdles and certain hardships in life, but this is just for a little time. And when we think about the grace of God in his glory, when he comes in his kingdom, it is a great rejoicing moment for us. സദൃശ്യവാക്യത്തിൽ ആമേൻ സ്തോത്രം പറയുന്ന മറ്റൊരു വചനമാണ്, ആമേൻ, ബുദ്ധിയുള്ള ഭാര്യയെ പറ്റി അതൊരു അവകാശമാണ്, ദൈവം നൽകുന്ന ദാനമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. സദൃശ്യവാക്യം 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. So Proverbs chapter 19 verses 14, it 14, says sorry. that 14, a prudent wife is from the Lord. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറയുകയാണ്, അവൻ 19-ന്റെ 14 പറയുകയാണ്, അവൻ ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശമാണ്, ബുദ്ധിയുള്ള ഭാര്യയോ അവൻ യഹോവയുടെ ദാനമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. It says house and riches are an inheritance from fathers, but a prudent wife is from the Lord. ബുദ്ധിയുള്ള ഭാര്യ, സാമർഥ്യമുള്ള സ്ത്രീ എന്നാണ് പല ഭാഗത്തും നമ്മൾ ഇതിനെപ്പറ്റി സദൃശ്യവാക്യത്തിൽ വായിക്കുന്നത്. അപ്പോ അത് ദൈവത്തിന്റെ ദാനമാണ്, ഇൻഹെറിറ്റൻസ് ആണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. So it says in the word of God that a wise wife or a smart wife is a gift from God. ആമേൻ സ്തോത്രം. സങ്കീർത്തനം 16-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എന്റെ ഓഹരിയെ, ഇൻഹെറിറ്റൻസിനെ അവൻ പരിപാലിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. It says in Psalm 16 verses 5, O Lord, you are the portion of my inheritance and my cup. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ന്റെ 7 വായിച്ചേ. യെശയ്യാ 61-ന്റെ 7 വായിച്ചേ. Isaiah 61 verses 7, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. നിത്യ ആനന്ദം അവർക്ക് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തമാണ്. തങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരിയെ പ്രാപിക്കും, ഇരട്ടി അവകാശത്തെ പ്രാപിക്കും. നിത്യാനന്ദം, നിത്യാനന്ദം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? എന്നും എന്നേക്കുമുള്ള ആനന്ദത്തെയാണ് നിത്യാനന്ദം എന്ന് പറയുന്നത്. അത് ദൈവം തരുന്ന അവകാശമാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So it says in verses 7 that instead of your shame you shall have double honor, and instead of confusion they shall rejoice in their portion. Therefore in their land they shall possess double. Everlasting joy shall be theirs. So this everlasting joy is a gift from God. ആമേൻ സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ദൈവിക അവകാശത്തെ പറ്റി വായിക്കുകയാണ്. കൊലോസ്യർ 1-ന്റെ 12. We also read about the everlasting joy inheritance about this in Colossians chapter 1 verses 12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. അപ്പൊ അവിടെ പറയുകയാണ്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് ദൈവം നമ്മളെ ഇപ്പൊ പ്രാപ്തരാക്കിയിരിക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കുറെ വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ അവകാശത്തെ പറ്റി കാണുവാനായിട്ട് സാധിക്കും. In all these verses we can see the inheritance of God. അവൻ ഇനി പ്രധാനപ്പെട്ട ഒരു അവകാശത്തെ പറ്റി ദൈവം പറയുന്നത്, അത് അബ്രഹാമിന്റെ അവകാശമാണ്. അത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ, 29-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം. എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. കണ്ടോ? അപ്പൊ 14-ാം വാക്യത്തിൽ പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്
നാം ആത്മാവെന്ന വിഷയം വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. It says in the word of God in Galatians chapter 3 verses 14 that the blessing of Abraham might come upon the Gentiles in Christ Jesus, that we might receive the promise of the Spirit through faith. അപ്പോ നമ്മൾ അവനിൽ അവകാശം പ്രാപിച്ചെന്ന് ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിലുള്ള എല്ലാ ആത്മിക അനുഗ്രഹങ്ങൾക്കും ദൈവം നമ്മളെ ഇപ്പൊ അവകാശിയാക്കി വെച്ചിരിക്കുകയാണ്. So God has made us heirs to all the spiritual blessings in Christ. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. So we are entitled to healing. ആമേൻ, സ്തോത്രം. നിത്യത നമ്മുടെ ദൈവം തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്. So the eternity is a great promise from God. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ എല്ലാ പ്രോമിസുകളും നമുക്ക് അവകാശപ്പെട്ടതാണ്. So all the promises given to Abraham, we are partakers of it. ആമേൻ. നമുക്കറിയാം മുടിയനായ പുത്രന്റെ സ്തോത്രം ഹല്ലേലൂയ കഥ നമുക്കറിയാം. So we know the story of the prodigal son. അപ്പന്റെ അടുത്ത് അവൻ അവകാശം ചോദിച്ച് പോയവനാണ്. So he went to his father asking for his inheritance. ബൈബിൾ പറയുന്നത് ഏറെ നാൾ കഴിയും മുമ്പേ അവർക്ക് ഇരുവർക്കും അപ്പൻ തന്റെ അവകാശത്തെ വീതിച്ചു കൊടുത്തവനാണ്. So the father had also divided his inheritance and given to both the sons. അവൻ ബൈബിൾ പറയുന്നത് ദൂരദേശത്തേക്ക് പോയി. It says that the prodigal son had gone to a far country. അവൻ തന്റെ സ്വത്ത് നാനാവിധമാക്കി കളഞ്ഞു. So he destroyed all his possessions. അവന്റെ ജ്യേഷ്ഠൻ പറയുകയാണ് വേശ്യമാരോട് കൂടെ ആയിരുന്നവനാണ് അവനെന്ന് തന്റെ ജ്യേഷ്ഠൻ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. So we can read that his elder brother is telling that he was spending time with harlots. സ്തോത്രം. അങ്ങനെ അവൻ അപ്പന്റെ സ്വത്ത് തീർന്ന സമയത്ത് ആ ദേശത്ത് പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ആ ദേശത്ത് വലിയൊരു കഠിന ക്ഷാമം ഉണ്ടായി. So when his possessions were all gone at that time, what happened was like there was a great famine in the land. സ്തോത്രം. അപ്പോ ഹല്ലേലൂയ ബൈബിൾ പറയുന്നത് അവൻ പന്നിക്ക് കൊടുക്കുന്ന വാളവരെങ്കിലും കഴിച്ച് വിഷപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് സ്തോത്രം ബൈബിളിൽ പറയുന്നത്. So it says in the Bible that he was desiring to eat the food of the pigs to satisfy his hunger. ഒരിക്കലും യഹൂദൻ ഒരു പന്നിയെ തീറ്റുന്ന ജോലിക്ക് പോകത്തില്ല. A Jew wouldn't go to a job where they have to feed pigs. യഹൂദന് നിഷിദ്ധമായിട്ടുള്ള പ്രമാണമില്ലാത്ത കഴിക്കുവാനോ അല്ലെ അതിനോട് സമ്പർക്കമില്ലാത്ത ഒരു ജീവിയാണ് പന്നി എന്ന് പറയുന്നത്. So it is forbidden for the Jews to have any sort of associations with pigs. ഏറ്റവും മോശമായ ഒരു ജോലിക്ക് അവന് പോകേണ്ടതായിട്ട് വന്നു. But he had to go to one of the worst jobs he could do. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, അപ്പന്റെ ഭവനത്തിൽ നിന്ന് അപ്പന്റെ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. So today we must all recognize that we must never move away from the happiness of our Father. അപ്പന്റെ ഭവനത്തിൽ സമൃദ്ധിയുണ്ട്. അപ്പന്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ല. കൂട്ടായ്മയ്ക്കോ സ്നേഹത്തിനോ കുറവില്ല. So there is no lack of communion or love in the house of our Father. ഇവൻ അപ്പനേക്കാളും ലോകത്തിന്റെ മോഹങ്ങളെ സ്നേഹിച്ചിട്ടാണ് അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. So this prodigal son, he loved the pleasures of the world than his own father, and he went away from his father's house. ലൂക്കോസ് സുവിശേഷം 15:17 പറയാണ്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. So in Luke chapter 15 verses 17 he says that there are servants in my father's house who still waste away food, but I am here dying of hunger. അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. So here he is telling that I'm no longer worthy to be called your son, make me like one of your hired servants. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. So he's telling this and he's going towards his father's house. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പോകുന്നത് ദൂരവേ നിന്ന് അപ്പൻ കാണുകയാണ്. So when he is going near to his father's house and his father is watching him from a distance. ആമേൻ. അപ്പൻ ധനികനായ ഒരു മനുഷ്യനാണ്, ഒത്തിരി കൂലിക്കാരുണ്ട്. ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണ് അറിയേണ്ടത്. പക്ഷെ ഇവിടെ ഈ മകൻ തിരിച്ചു വരുന്നത് അപ്പനാണ്. അപ്പനാണ് ദൂരവേ നിന്ന് കാണുന്നത്. So we know that the father is a very rich man, but no one is informing him that his son is coming, but he is still waiting and watching his son from a distance. അതിന്റെ അർത്ഥം ഈ മകന് വേണ്ടി കാത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
So from reading this, we can understand that there is a father who is waiting a lot for his son and praying for his return. ആമേൻ. സ്തോത്രം. ആമേൻ, ഇന്ന് രാത്രിയിലും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അവന്റെ ഒരു അപ്പനുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. So we must need to consider that there is a father who is praying 24 hours for us. ആമേൻ. ഇന്ന് രാത്രി ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധി വിട്ട് പാപപ്രവർത്തികളേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ മനം തിരിഞ്ഞ് അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരണം. So if anybody has moved away from the presence of God into sin, they must confess and come back to the Father's house. അവൻ ഇവിടെ പറയുന്നത് അവൻ തിരിച്ചു വന്നതും ഏറ്റു പറഞ്ഞ് അവന്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ വന്നതാണ്. പക്ഷെ അപ്പോ പറയുന്നത് അപ്പൻ അവനെ ദൂരവേ നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തതായിട്ട്, അവനെ കഴുത്തിന് ചുംബിച്ചതായിട്ട് അവൻ നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്. So we can read that അവനെ കഴുത്തിന് ചുംബിക്കുകയാണ്. ആ മുഷിഞ്ഞ വേഷത്തോടെ അവനെ ചുംബിക്കുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. So we can read in verse 20 that the father sees the son from a great way off, and when he sees him, he has compassion, and he fell on his neck and he kissed him. ആമേൻ. ബൈബിളിൽ നമുക്കറിയാം, ആമേൻ, യഥാർത്ഥത്തിൽ അപ്പന്റെ സ്വത്ത് 2 മക്കൾക്കൂടെ വീതിച്ചു കൊടുത്തതാ. ഇനി അവൻ ഒരു ഓഹരി അവിടെ ഇല്ല. പക്ഷേ ബൈബിളിൽ അടുത്തായിട്ട് പറയുന്നത്, അവൻ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാ പറയൂന്ന് പറഞ്ഞിട്ടാ വന്നത്. പക്ഷെ അത് പറയാൻ അപ്പൻ അവനെ അനുവദിച്ചില്ല. Yeah. So he says that, Father, I've sinned against heaven and in your sight, and am no longer worthy to be called your son. And he was going to say that, treat me like one of your servants, but the father is not allowing him to say that even. ആമേൻ. അപ്പൻ ഒരുപക്ഷെ അവന്റെ വായിൽ അവൻ പൊത്തി പിടിച്ചു കാണുമായിരിക്കും. So maybe the father has kind of put his hand on his mouth to prevent him from talking like അവനെ that. കാണുന്നത് ഇപ്പോഴും സ്വന്തം മകനായിട്ട് തന്നെയാണ്, അവകാശിയായിട്ട് തന്നെയാണ് കാണുന്നത്. So the father is still treating him like his own son and heir to his inheritance. അവൻ അപ്പന് കൽപ്പനയിടുകയാണ്, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ പുതപ്പിക്കുവാൻ അവൻ ധരിപ്പിപ്പീൻ, അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇട്ടുകൊടുപ്പീൻ. ഇപ്പൊ അവന് ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവൻ സകല അവകാശങ്ങളും അവന്റെ വസ്ത്രം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, മോതിരം നഷ്ടപ്പെടുത്തി. ഇതെല്ലാം അവകാശത്തെ കാണിക്കുക, അനുഗ്രഹങ്ങളെ കാണിക്കുകയാ. അതെല്ലാം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കാൻ പറയുക. തീർന്നില്ല. മേൽത്തരമായ കാമൻ, ഹല്ലേലൂയ, അവൻ കാളക്കുട്ടിയെ അറുത്ത് വീടടക്കം ആനന്ദിക്കുവാൻ അപ്പം പറയുകയാണ്. So the father is telling to the servants to bring the best robe and put it on his son, and put the ring on his hand and sandals to his feet, which shows about the blessings here which is lost before. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചില തീരുമാനങ്ങളിലേക്ക് കടന്നു വരണം. ദൃഢമായ ഉറച്ച തീരുമാനങ്ങളിലേക്ക് ദൈവസഭ കടന്നു വരണം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹത്തിന്റെ ചില അങ്കികൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം ചിലരെ ധരിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിശ്വസിക്കേണ്ട ആത്മാവിൽ അങ്ങനെ ഫീൽ ചെയ്യുകയാണ്. ചിലരെ അവൻ പുതിയ അങ്കി കൊണ്ട് സ്വർഗം പുതപ്പിക്കാൻ വേണ്ടി പോകുക, പുതിയ അഭിഷേകത്തിന്റെ കവറിങ്ങുകൾ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുക, പുതിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ സ്വർഗം തുറക്കാൻ വേണ്ടി പോകുകയാണെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So today the Holy Spirit is speaking to us that if we are making this decision to come back to him, he's going to open doors of blessings for us, and he's going to put the new anointing on us these days. ആമേൻ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കാം. അപ്പൻ അവനെ അവകാശിയായിട്ട് തന്നെ വീണ്ടും സ്വീകരിക്കുകയാണ്. So the father is still treating him as his heir and bringing him back to the house. Over to Pastor.